അപ്പോൾ നോക്കി പിന്നെ സാത്താന് ആരായിരുന്നു? അവൻ ദൈവദൂതനായിരുന്നു, ലൂസിഫർ ആയിരുന്നു. നോക്കപ്രിയ, ജ്ഞാനപൂർണനും സൗന്ദര്യപൂർണനുമായിട്ട് സ്വർഗത്തിലെ കെരൂബിന്റെ തലവനായിരുന്നു. എന്നാൽ അവൻ അഹങ്കാര നിമിത്തം ദൈവത്തോട് തന്നെത്താൻ സമനാക്കിയെന്ന് അവനെ തള്ളിക്കളഞ്ഞ് അവനെന്നാണ് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തവണ്ണോ അവൻ സാത്താനായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. അവനൊരു കാര്യം മനസ്സിലായി, എനിക്കിനി ഒരിക്കലും സ്വർഗത്തിൽ പിതാവായ ദൈവത്തോട് വാസം ചെയ്യാൻ കഴിയത്തില്ല, എനിക്കിനി അഗ്നിനരകം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഞാൻ ദൈവത്തിന്റെ പദ്ധതിയെ പരാജയപ്പെടുത്തും. അവനോടുകൂടെ ജീവിപ്പാനായിട്ട് അവന്റെ രൂപത്തിൽ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ പാപം ചെയ്യിച്ച് എന്നോടുകൂടെ നരകാഗ്നിയിലേക്ക് ഒടുക്കിക്കളിയാൻ ഞാൻ എന്താണ് അവനെ പാപം ചെയ്യാൻ വശീകരിക്കുമെന്ന് അവൻ ഹൃദയത്തിൽ വിചാരിച്ച് അങ്ങനെ ഏദൻ തോട്ടത്തിൽ പിശാചിന്റെ കാര്യങ്ങൾ എന്താണ് അല്പകാലം വിജയിച്ചു. അവന്റെ വശീകരണത്തിൽ മനുഷ്യൻ വീണു, അവർ പാപം ചെയ്തു, അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ സാത്താൻ എന്ന് വിചാരിച്ച എന്താ പറയാ, മനുഷ്യപുത്രന്മാർക്ക് ഉദ്ധാരണം ഉണ്ടാവുകയില്ല, അവനും എന്നോടുകൂടെ ന്യായവിധി ദിവസം നരകാഗ്നിയിലേക്ക് ഒടുക്കിപ്പോകുന്ന വ്യാമോഹത്തിൽ ഇരിക്കുമ്പോൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം കണ്ടോ? യേശുക്രിസ്തുവാനും പിതാവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, ആ ദൈവമൊക്കെ അല്ലെങ്കിൽ എന്താണ് മനുഷ്യരെ ഞാൻ വീണ്ടുകൊള്ളും, പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടക്കി വരുത്തും എന്നുള്ള തീരുമാനത്തോടെ പിതാവിന്റെ ഇഷ്ടപ്രകാരം അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗം തനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല. നമ്മുടെ വേദനകൾ ഓർത്തപ്പോൾ, നമ്മൾ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുന്ന ഓർത്തപ്പോൾ യേശുക്രിസ്തുവിന് സ്വർഗത്തിലെ സന്തോഷം വേണ്ട എന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാകുന്നു സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എല്ലാവർക്കും പറയാം, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയാം. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയാൽ നിങ്ങൾ ആ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നിങ്ങൾ സ്നേഹം യഥാർത്ഥമാണോ എന്ന് നമ്മൾ തെളിയിക്കപ്പെടുന്നത്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ള വചനം നമുക്കെന്താണ് വെളിപ്പെടുത്തി തന്നിരിക്കുക വഴി. എങ്ങനെ? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചിരിക്കാല് ദൈവം സ്നേഹമാണെന്നുള്ള വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച് തന്നിരിക്കുകയാണ്. അങ്ങനെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ മടിത്തട്ട് വേണ്ട എന്ന് കരുതി, സ്വർഗത്തിലെ സകല സന്തോഷങ്ങളും വേണ്ട എന്ന് വെച്ച് ആ ക്രൂശിലെ കഷ്ടം സഹിപ്പാനായിട്ട് ഇറങ്ങി വരുന്ന ആ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ വിവരിക്കുന്നത്.